ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി അറിയാം. മൂകാംബികയിൽ പോയി, കുടജാദ്രി പോയി, അവിടെ നേരെ ബാംഗ്ലൂരിൽ പോയി. ബാംഗ്ലൂരിൽ പോയതിൻ്റെ ഒറ്റ ഉദ്ദേശം അവിടുത്തെ സൺഡേ മാർക്കറ്റ് കാണണം എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അങ്ങനെ അവിടെ പോകാൻ പറ്റി. അവിടെ എന്താണെന്ന് വെച്ചാൽ കുറേ ഡ്രസ്സുകൾ, സാധനങ്ങൾ, ഡ്രസ്സ് നമുക്ക് അവസാനം അത് കണ്ട് മടുക്കും. നമുക്ക് എന്താണ് ഫുൾ സ്ട്രീറ്റ് ഫുള്ള്, ഒരു സ്ട്രീറ്റ് മാത്രമല്ല, ആ ഒരു ഏരിയ ഫുള്ള് ചിക്പേട്ട എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ ഒരു ഏരിയ ഫുള്ള് നമ്മുടെ ഈ ട്രിവാൻഡ്രത്തെ ചാല മാർക്കറ്റില്ലേ, ഓരോ ഗ്യാപ്പുകളിലും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു മെയിൻ വഴിയും അവിടെ നിന്ന് ചില ഇടറൂട്ടൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഫുള്ള് എവിടെ കൂടെ കറങ്ങി തിരിഞ്ഞാലും എല്ലായിടത്തും ഈ ഒരു സാധനങ്ങളേ ഉള്ളു. ഡ്രസ്സ്, പിന്നെ ഈ പാത്രങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ. എനിക്ക് അത്ഭുതം തോന്നി എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, ഇതൊക്കെ ലാപ്ടോപ്പ്, ഇതൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ വിൽക്കുവാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയ സാധനമാണ്. അതും ചീപ്പ് റേറ്റിൽ. അങ്ങനെ ഞാൻ കുറച്ച്, നമുക്ക് ഡ്രസ്സസ് ആണല്ലോ മെയിൻ ഉദ്ദേശം, അങ്ങനെ കുറച്ച് ഡ്രസ്സസ് തന്നെ ഇങ്ങനെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്, എത്ര രൂപയാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ വിചാരിച്ച. കാര്യം ഇത് എനിക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചല്ല, ഇവിടെ നിന്ന് പോയപ്പം കുറച്ച് പേർക്ക് വാങ്ങിച്ചുകൊണ്ട് വരാനും കൂടി പറഞ്ഞ്, പിന്നെ അവിടെ ചെന്ന് നിന്നിട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ അത് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണമെന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ അത് ഇന്ന് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അതിന് കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് കൂടി അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു മെജസ്റ്റിക്കിലാണ് നമ്മൾ നിന്നത്. അവിടെ നിന്ന് മെട്രോ കയറിയ അടുത്ത സ്റ്റോപ്പാണ് ചിക്പേട്ട. അപ്പോൾ മെജസ്റ്റിക്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഡിമാർട്ട് അങ്ങനെ എന്തൊരു സൂപ്പർ മാർക്കറ്റാണ്. അവിടെ എല്ലാത്തിനും ഓഫേഴ്സാണ്, എല്ലാത്തിനും. അവിടെ നോക്കി അറിയാം, ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാ സാധനങ്ങൾക്കും റേറ്റ് കുറവാണ്. ഒന്നീ ബൈ വൺ ഗെറ്റ് വൺ, അല്ലെങ്കിൽ MRPയെക്കാളും താഴ്ന്ന റേറ്റാണ്. എല്ലാത്തിനും 1 രൂപയെങ്കിലും താഴ്ന്നിട്ടുള്ള റേറ്റാണ്. അങ്ങനെ മേടിച്ച സാധനമാണ് ഇത്. ഈ ഒരു ഹാങ്ങർ, ഇത് 6 ഹാങ്ങറുണ്ട്. ഇത് 99 രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സാധനം മേടിച്ചത്, ഈ ഒരു സാധനം, ഇതും അവിടെ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ ഓഫർ റേറ്റ് 169 രൂപയാണ്. അത് 200 എത്രയാണ് ഇട്ടിരുന്നത്. ഇതൊരു ഫാനാണ്, ചേച്ചിക്ക് മേടിച്ചാണ്. ചേച്ചി ഒരു ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് അവർക്ക് ഈ ഒരു സാധനം വേണമെന്നുണ്ട്. ചാർജ് കൂടെ ഉണ്ട്. ഒരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ പിന്നെ ഇവിടെ ലൈറ്റ് ഇങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട് ഇങ്ങനെ അത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. അങ്ങനെ ഒരു സാധനം മേടിച്ചു. ഇതാണ് അവിടെ നിന്ന് മേടിച്ചത് മെയിനായിട്ടും. പിന്നെ മാറ്റ്, നമ്മുടെ തറയിലിടുന്ന മാറ്റ്, അത് ഒരെണ്ണം 49 രൂപയായിരുന്നു. അങ്ങനെ അതിൻ്റെ 2 മേടിച്ചു. കൊണ്ടുവരാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വേണ്ട, അല്ലൂസ് സൈഡിൽ നിന്നിട്ട് അത് എടുത്തുകൊണ്ട് വരുന്നു, അവിടെ ഇട്ടിട്ടുണ്ട്. കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്, ഇത്രയും സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. ട്രെയിനിൽ തിരിച്ചു വന്നതുകൊണ്ട് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം. ഇത് സാരിയാണ്. എനിക്ക് ഈ ഒരു കളർ എവിടെ കണ്ടാലും ഒരു ഇതാണ്. ഇങ്ങനൊരു സാരി, നല്ല ഷിഫോൺ രീതിയിലിരിക്കുന്ന, ഷിഫോൺ അല്ല, പോളിക്കോട്ടൺ, ആ ഒരു നല്ല ഫുൾ ബോർഡർ ഒന്നുമില്ല, ഫുൾ ഇങ്ങനെ തന്നെയാണ്. ഇത് ഒരു സാരി. ഇനി ഒരു സാരി ഉണ്ട്, ഈ ഒരു സാരി. ഇതും ഒരു ഷിഫോൺ ടൈപ്പാണ്. ഇതൊക്കെ നോക്കി മേടിക്കണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാമേജ് അതിലുണ്ടാവും. ഇങ്ങനൊരു സാരി. ഇത് രണ്ടും ഒരു സാരിക്ക് 100 രൂപ വെച്ചിട്ടാണ് ആയത്. ഇത് രണ്ടും 100 രൂപയുടെ സാരികളാണ്. പിന്നെ ഇച്ചിരി കൂടി നല്ല സാരികളുണ്ട്, അത് 200 രൂപ. ഞാൻ പിന്നെ സാരി പ്രത്യേകം നോക്കിയില്ല. ഇത് രണ്ടും 100 രൂപയുടെ സാരിയാണ്. പിന്നെ ഉള്ളതാ അവൾക്ക് ചേച്ചിക്ക് എന്നെ മേടിച്ച ബ്യൂട്ടീഷ്യന് യൂസ് ചെയ്യുന്ന സ്പോഞ്ചാണ്. ഇതും ഒരു 100 രൂപയാണ്. ഇവിടെ നല്ല നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡി കുക്കി ക്ലിപ്പോ, അത് 20 രൂപ. ഇതും ഒരെണ്ണം 20 രൂപ കണ്ടെയാണ് അങ്ങനെ മേടിച്ചത്. പിന്നെ ഉള്ളത് ബാഗി പാൻറ്റ്. ഇങ്ങനെയുള്ള ബാഗി പാൻറ്റ് ഞാൻ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചാണ്. ഇത് വലുതാണെന്ന് തോന്നണം. അന്നേരം അവിടെ അങ്ങനെയൊന്നും നോക്കി മേടിക്കാൻ പറ്റത്തില്ല. ഇഷ്ടം പോലെ ജീൻസ് പാൻറ്റ്, ബാഗി പാൻറ്റ്, ബോയ്സിനുള്ള ഷർട്ട്, ഇതൊക്കെ അവിടെ ഇഷ്ടം പോലെ അവിടെ ആയിട്ട് ഒത്തിരി അവസരം. നമുക്ക് നോക്കിയത് പ്രാന്താവും.
ആ ഒരു രീതിയിലാണ് അവിടെ ഇഷ്ടം പോലെ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ബാഗി പാൻറ് മേടിച്ചു. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം മേടിച്ചാണ്. ഇതിന് 280 രൂപയാണ്. 300 രൂപയാണ് പറഞ്ഞത്. അവസാനം ബാർഗെയിൻ ചെയ്ത് 280 രൂപയാക്കി. പിന്നെ ഉള്ളത് അല്ലൂസിന് കുറച്ച് ഡ്രസ്സ് മേടിച്ചാണ്. ഇത് ഫ്രോക്ക്, ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് ഒക്കെ വരുന്നത്, 100 രൂപ. അതേപോലെ ഒരു ഫ്രോക്കും കൂടി ഉണ്ട്. രണ്ടും കൂടി എന്തോ അവസാനം 150 രൂപയ്ക്ക് അങ്ങോട്ട് മേടിച്ചത്. അടുത്തത് അതുപോലെ ഒരു ഫ്രോക്ക് അല്ലൂര് തന്നെ മേടിച്ചാണ്. ഇതും 100 രൂപ. ഇത് മറ്റേ നമ്മൾ ഈ ഡങ്കിരി പോലെയൊക്കെ ഉണ്ടല്ലോ വലിയൊരു, ഇതിന് എന്താണ് പറയുന്നത്, അടിയിൽ പാൻ്റാണ്, ഷോർട്ട്സ് പോലെയാണ്. ഇങ്ങനെ ഇത് 100 രൂപയാണ്. പിന്നെ ഉള്ളത് എനിക്ക് മേടിച്ചോ അല്ലെങ്കിൽ ചേച്ചിക്കോ മേടിച്ച നമ്മുടെ കത്താൻ്റെ ഷോർട്ട് ചെറുതുണ്ടല്ലോ, അത് താഴെ ഒരു മതി അക്കോവ് പോലെയാണ് വേണം. ഇതും 100 രൂപ. എല്ലാം 100 രൂപയാണ്. ഇതൊരു പലാസോ പോലത്തെ പാൻറ്റാണ്. ഇങ്ങനെ വരും. അത്യാവശ്യം ഫ്ലെയർ ഉണ്ട്, പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. ഇത് 75 രൂപയാണ്. പിന്നെ ഷോർട്ട് ടോപ്പ്, ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ഷോർട്ട് ടോപ്സ്, ഇതൊരെണ്ണം, അതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം. അങ്ങനെ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് എനിക്കും കൂടെ വന്ന വേറൊരു കുട്ടിക്ക് മേടിച്ചതാണ്. അങ്ങനെ നമ്മൾ 4 എണ്ണം മേടിച്ചു. 100 രൂപയാണ് പറഞ്ഞത്. അങ്ങനെ 400 രൂപ ആവേണ്ടതായിരുന്നു. അത് 350 കണ്ടെയാണ് കൊടുത്തതെന്ന് തോന്നുന്നു, എനിക്കത് ഓർമ്മയില്ല. പിന്നെ ഒരു സ്കേർട്ട്, ഫുൾ ലെങ്ത് വരുന്ന സ്കേർട്ടാണ്. നല്ല റയോൺ പോലെ, നല്ല റയോൺ ആണിത്. ഇത് വന്നിട്ട് 100 രൂപ. പിന്നെ അതേ ഒരു ടോപ്പ്, ഇത് ആക്ച്വലി എനിക്ക് മേടിച്ചല്ല. അതെ, ഇവിടെ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ വരുന്നുണ്ട്. നല്ല ഫ്ലെയർ ആയിട്ടുള്ള താഴെ ഇങ്ങനെയൊക്കെ വരുന്നു. നല്ല അമ്പർലയാണ്, ഓപ്പൺ അല്ല. ഇത് എത്ര രൂപയാണെന്നറിയാമോ? 75 രൂപയാണ്. ഈ 75 രൂപയ്ക്കൊക്കെ കുറേ ഇട്ടിട്ടുണ്ട്, അവിടെ ഇങ്ങനെ കുന്നു കൂട്ടിയിട്ടിട്ടുണ്ട്. പക്ഷെ ഇതിനെല്ലാം എന്തെങ്കിലും ഒരു ഡാമേജ് കാണും. നമ്മൾ നിന്ന് നോക്കി, അപ്പോൾ ഒരു ടോപ്പ് എടുക്കാൻ തന്നെ നമുക്ക് ചിലപ്പം അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂറൊക്കെ വേണ്ടി വരും. കാര്യം ഒരെണ്ണം എടുത്ത് എല്ലാം ഇതാക്കി വരുമ്പോഴത്തേക്കും നോക്കുമ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു കീറലോ കളറോ അങ്ങനെ എന്തെങ്കിലും ഡാമേജ് കാണും. അപ്പോൾ അത് ഒരു ടോപ്പ് എടുക്കാൻ തന്നെ നമുക്ക് കുറേ സമയം വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഇതും സൗമ്യക്ക് എടുത്തതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കോളറൊക്കെ വെച്ചിട്ട്, കോളറാണ്, സ്ലീവ് അകത്തുണ്ട്, ഇതിനകത്ത് പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. ഇത് 150 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇതുപോലെ ടോപ്പ് 150 രൂപയ്ക്ക് ഒരെണ്ണം കൂടി മേടിച്ചു. ഇതുണ്ട്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതേ ഉടഞ്ഞു പോയി വന്നിട്ട് ഇതിനും പോക്കറ്റ്സ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇല്ല, പോക്കറ്റ്സ് ഇല്ല. ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഇതാണ്. ഇതിനും 150 രൂപയാണ് ടോപ്പിന് വരുന്നത്. പിന്നെ അതെ ഈ ഒരു ടോപ്പ്, ഇതൊക്കെ അമ്മയ്ക്ക് മേടിച്ചാണ്. ഇങ്ങനെ നല്ല ഫ്ലെയർ ഉള്ള ടൈപ്പ് ഒരെണ്ണം, നല്ല ഫ്ലെയർ ഉണ്ട്. അമ്മ സാധാരണ ഫ്ലെയർ ഉള്ളതാണ് ഇടുന്നത്. ഇതും 100 രൂപ, 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കോട്ട് സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, പാൻറ്റും ടോപ്പുമായിട്ട് വരുന്ന കോട്ട് സെറ്റ്. ഇവിടെയൊക്കെ ഞാൻ ഓൺലൈനിലൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു കോട്ട് സെറ്റ്. ഇതുവരെ എനിക്കൊരു കോട്ട് സെറ്റ് ഇല്ല, കോട്ട് സെറ്റ് മേടിക്കണം. അപ്പോൾ ഓൺലൈനിലൊക്കെ നോക്കുമ്പോൾ 400 ആ ഒരു റേറ്റ്. അല്ലാണ്ട് മറ്റേ ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പോഴത്തേക്കും 799, 899 അങ്ങനെയൊക്കെയുള്ള റേറ്റിലുള്ള കോട്ട് സെറ്റാണ്. അങ്ങനെ കുറച്ച് കോട്ട് സെറ്റ്, അതെനിക്ക് മാത്രമല്ല, എനിക്ക് ചേച്ചിക്ക്, വേറെ ഒരു കസിൻ ചേച്ചിക്ക്, എല്ലാവർക്കും കൂടി ഒരു 6 കോട്ട് സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഏകദേശം ഒരേ പാറ്റേൺ ആണ്. ഇതുപോലെ ടോപ്പ് വരും. ഇതാണ് ടോപ്പ് വരുന്നത്. എൻ്റെ ഇതാണ് ടോപ്പ് വരുന്നത്. എല്ലാം ഒരേപോലെ തന്നെ, കഴുത്തിൽ തന്നെ ഇതുപോലെ പാൻറ്റിൻ്റെ പീസാണ്. പാൻറ്റ് ഇങ്ങനെ സ്ട്രൈറ്റ് പാൻറ്റ് ആണുള്ളത്. നല്ല വലുതാണിത്. ഇങ്ങനെയുള്ള 5 കോട്ട് സെറ്റ് മേടിച്ചിട്ടുണ്ടാവും. പിന്നെ ഉള്ളത്
ഇതൊരെണ്ണം, അത് തന്നെ പാൻറ്റ്. പിന്നെ ഇത് ടോപ്പ് അല്ല, ഇത് ടോപ്പ്, ഇത് ബോട്ടം. പിന്നെ ഇതാണ് ആദ്യം ഒരെണ്ണം വാങ്ങിച്ചത്. അതിവിടെ അയച്ചു കൊടുത്തപ്പോഴത്തേക്ക്, ഫോട്ടോ അയച്ചു കൊടുത്തപ്പോഴത്തേന് എല്ലാവർക്കും വേണം, അങ്ങനെയാണ് ബാക്കി മേടിച്ചത്. ഇത് പാൻറ്റ്, ഇത് ടോപ്പ്. പിന്നെ ഉള്ളതൊരെണ്ണം ഇത് അമ്മയ്ക്കാണ് മേടിച്ചത്. ഇതിങ്ങനെ നെക്കിൽ ഈ വൈറ്റ് ത്രെഡ് വർക്ക് ഉണ്ട്. ഇത് മാത്രമാണ് ചെറിയൊരു വ്യത്യാസമുള്ള കോട്ട് സെറ്റ്. 3/4. പിന്നെ പാൻസ് സ്ട്രെയിറ്റ് പാൻറ്റാണ്. അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ. അപ്പോൾ ഇത്രയും സാധനമാണ് മേടിച്ചത്. ഈ കോട്ട് സെറ്റിന്, ഒരു കോട്ട് സെറ്റിന് 350 രൂപയാണ് വരുന്നത്. അതുകൊണ്ട് ഒരു 6 മേടിച്ചു. എല്ലാ സാധനങ്ങൾക്കും വേറെ സ്ഥലങ്ങളിൽ പോകണമെന്നുണ്ടായിരുന്നു, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് അങ്ങനെയൊക്കെ വേറെ സ്ഥലങ്ങളിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ സൺഡേ മാർക്കറ്റിൽ ഞായറാഴ്ച ഒരു ദിവസമേ ഉള്ളൂ. അപ്പോൾ ആ ഏരിയയിലുള്ള സ്ട്രീറ്റിലുള്ള ബാക്കി കടകളെല്ലാം അടച്ചേക്കും. ഈ സ്ട്രീറ്റിലാണ് ഫുള്ള് ഇങ്ങനെ ഇത് വരുന്നത്. അപ്പോൾ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ അവിടെ ഒരു ഏകദേശം 9 മണി ആയപ്പോഴത്തേനും അവിടെ എത്തിയായിരുന്നു. അവിടെ നിന്ന് 2:30 മണി വരെ സമയം പോയത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ ചെന്നിറങ്ങിയ സമയത്ത് അത്രയും തിരക്കില്ല, നമുക്ക് നടന്നു പോകാനാണ്. പക്ഷെ ഒരു 11 മണി ആ ഒരു സമയമായപ്പോൾ പിന്നെ നമുക്ക് മൂവ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ്. സ്ട്രീറ്റ് ഫുള്ള് ഭയങ്കര തിരക്കും വണ്ടികളും, അനങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു അവിടെ. അപ്പോൾ ഇത് 2:30 മണിയൊക്കെ ആയപ്പോഴത്തേനും മടുത്ത്, അത് ആ നടന്ന് സാധനങ്ങൾ കണ്ടുകൊണ്ടിരുന്ന് മടുത്ത്. പിന്നെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല. ഈ ഒരു സമയം നമുക്ക് ട്രെയിൻ തിരിച്ചു വരാനുള്ള 4:40 അപ്പോൾ തിരിച്ച് മെട്രോ കയറി നമ്മുടെ ഹോട്ടലിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് ഫുഡ് കഴിക്കണമെന്ന്. ഈ രാവിലെ 9 മണിക്ക് ചെന്നിട്ട് ഈ 2:30 വരെയും 3 മണി അടുപ്പിച്ചായി. 3 മണി വരെയും ഫുഡ് കഴിക്കാൻ പറ്റില്ല, കാര്യം അവിടെ ഒന്നും ഫുഡില്ല. ഈ കച്ചവടക്കാരേ ഉള്ളൂ ഇതിൻ്റെ ഡ്രസ്സസിൻ്റെയും നമ്മുടെ ഈ പാത്രങ്ങൾ, പിന്നെ ഈ വിളക്ക്, അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ, ഇയർബഡ്, അങ്ങനെ ഇങ്ങനത്തെ കുറേ ഐറ്റംസുകളെ അവിടെ ഉള്ളൂ. പിന്നെ ഒരു സൈഡിൽ മാർക്കറ്റ്, മല്ലിയില, പുതിനയില, കറിവേപ്പില, അതൊക്കെ നമ്മുടെ ഇവിടെ പുല്ല് വളർന്ന് നിൽക്കും പോലെയാണ് അവിടെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്നത്. ഇഷ്ടം പോലെ ഒരു ഏരിയ ഫുൾ ഈ പുതിനയില, മല്ലിയില, കറിവേപ്പില, ഇതൊക്കെ ഫുൾ അവിടെ വച്ചേക്കുവാണ്. പിന്നെ ബാക്കി സാധനങ്ങൾ, ആപ്പിള്, ഓറഞ്ച്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, വെജിറ്റബിൾസ് എല്ലാം. ഒരു സ്ട്രീറ്റ് ഫുള്ള് വെജിറ്റബിൾസ് ആണ്. പിന്നെ ഒരു സ്ട്രീറ്റ് ഫുള്ള് ഫ്ലവേഴ്സ് ആണ്. ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കാം. അവസാനം നമ്മൾ തളരും ഈ സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ. അങ്ങനെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ പോകാൻ പറ്റുന്നവരൊക്കെ പോവുകയാണെങ്കിൽ ഞായറാഴ്ച ദിവസം പോവാം. ഈ മാർക്കറ്റ്, സൺഡേ മാർക്കറ്റ് ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ. 5 മണിയാകുമ്പോഴെങ്ങാണ്ട് ഇത് സ്റ്റാർട്ട് ആകും. പക്ഷെ 5 മണിക്കൊന്നും അധികം ആരും വരത്തൊന്നുമില്ല. ഒരു 9 മണി 10 മണിയാകുമ്പോഴേ എല്ലാവരും എല്ലാ സാധനങ്ങളും കൊണ്ടുവയ്ക്കുള്ളൂ. അപ്പോൾ ബാംഗ്ലൂർ പോകുന്നവരാണെങ്കിൽ, ഞായറാഴ്ച അവിടെ ഉള്ളവരാണെങ്കിൽ, ഈ മെജസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുനിന്ന്, മെജസ്റ്റിക്കാണ് മെയിൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ചെന്നിറങ്ങുന്ന സ്ഥലം. അവിടെ നിന്ന് മെട്രോയ്ക്ക് കയറിയാൽ 15 രൂപ 20 രൂപയുള്ളൂ. അടുത്ത സ്റ്റോപ്പാണ് ചിക്പേട്ട് എന്നുണ്ട്. അവിടെ ഈ മെട്രോ ചെന്ന് ഇറങ്ങുന്നത്, മെട്രോയുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രീറ്റാണ്. അവിടെ പോയി നോക്കിയാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാച്ചാ.